Hi students, welcome back to our classes. In the last class, you had studied about privatization, the objectives of privatization as well as forms of privatization, isn't it? Once again, I am going to rewind about what is meant by privatization. Privatization can be defined as the process of transferring the ownership of a business from the public sector or the government to the private sector. പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ചാൽ പബ്ലിക് അഥവാ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഓണർഷിപ്പ് ആയിട്ടുള്ള ബിസിനസ്സുകളെ അല്ലെങ്കിൽ എൻ്റർപ്രൈസുകളെ അതിൻ്റെ ഓണർഷിപ്പ് പ്രൈവറ്റ് കമ്പനീസിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നതാണ് പ്രൈവറ്റൈസേഷൻ. അതായത് ഗവൺമെൻറ് കയ്യിലുണ്ടായിരുന്ന ഏതൊക്കെ കുറച്ച് ബിസിനസ് നമ്മൾ പ്രൈവറ്റ് സെക്ടേഴ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുവാണ്. ഈ ഒരു പ്രോസസ്സാണ് പ്രൈവറ്റൈസേഷൻ. Okay. In this class, we are going to study about what are the measures of privatization in India. ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന പ്രൈവറ്റൈസേഷനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ആക്ച്വലി ഇൻ ഇന്ത്യ ദ വേർഡ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് യൂസ് ടു ഡിനോട്ട് ദ പ്രൈവറ്റൈസേഷൻ പ്രോസസ്സ്. നമ്മൾ ഇടയ്ക്ക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കണ്ടാൽ അതെന്താണെന്ന് വിചാരിക്കരുത്. പ്രൈവറ്റൈസേഷനെ തന്നെ വിളിക്കുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ പ്രൈവറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ഇൻഡസ്ട്രിയൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് വാസ് ഫോമുലേറ്റഡ് ഇൻ 1991. ഈ ഒരു പോളിസിയിൽ പറയുന്നത് ഗവൺമെൻറ്റിന് എല്ലാ പബ്ലിക് എൻ്റർപ്രൈസും സ്വയം ഓൺ ചെയ്യണം എന്നില്ല. പകരം ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് കാറ്റഗറീസ് സ്വന്തം കയ്യിൽ പബ്ലിക് സെക്ടറിൻ്റെ കയ്യിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ളത് നമ്മൾ പ്രൈവറ്റൈസേഷൻ അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിന് കൊടുക്കുകയാണ്. 3 ഡയമെൻഷൻസാണ് പബ്ലിക് സെക്ടറിൻ്റെ കയ്യിൽ കൂടുതലായിട്ടുള്ളത്: സ്ട്രാറ്റജിക്, ഹൈടെക് ആൻഡ് എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. ബാക്കിയുള്ള കാറ്റഗറീസ് പ്രൈവറ്റൈസേഷന് കൊടുക്കുന്നു. ആ കാറ്റഗറീസ് ഒരു 6 എണ്ണം ഉണ്ട്. ദേ ആർ PSC ബേസ്ഡ് ഓൺ ലോ ടെക്നോളജി. വലിയ ഗുണമില്ല, അധികം ടെക്നോളജി ഒന്നും യൂസ് ചെയ്യാത്ത തരത്തിലുള്ള പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രൈവറ്റൈസേഷന് കൊടുക്കാം. അതുപോലെ ചെറുകിട വ്യവസായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടെങ്കിൽ, അതായത് സ്മോൾ സ്കെയിൽ PSCs ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രൈവറ്റൈസ് ചെയ്യാം. അതുപോലെ നോൺ സ്ട്രാറ്റജിക് PSCs, വലിയ രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഒന്നും ആവശ്യമില്ലാത്ത കമ്പനീസ് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ ഇൻഎഫിഷ്യൻ്റ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് PSCs, അധികം എഫിഷ്യൻസി ഇല്ല, അതുപോലെ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ല, നമ്മുടെ ഗവൺമെൻറ് കയ്യിൽ ഈ ഒരു ബിസിനസ് ഉണ്ടായിട്ട് യാതൊരു വിധത്തിലുള്ള ലാഭവുമില്ല, നഷ്ടം മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ വീണ്ടും നഷ്ടം കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. പകരം ആ ഒരു ബിസിനസ് നമുക്ക് പ്രൈവറ്റ് കമ്പനീസിന് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് അവർ നല്ല ടെക്നോളജീസോ പുതിയ ഇന്നോവേറ്റീവ് മെഷേഴ്സോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ആ കമ്പനി ലാഭത്തിലോട്ട് കൊണ്ടുവരും. ലാഭത്തിലോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ഗവൺമെൻറ് ഒരു വിഹിതം അതിന് കിട്ടും. അതുമാത്രമല്ല, കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ദെൻ ഗവൺമെൻറ് അല്ല നമ്മുടെ രാജ്യത്തിൻ്റെ GDP ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരിയധികം ഗുണങ്ങളുണ്ടാവും. അപ്പോൾ ഇൻഎഫിഷ്യൻ്റ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് PSCs ഗവൺമെൻറ് കയ്യിൽ വെക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൈവറ്റ് കമ്പനീസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുപോലെ തന്നെ PSCs ഹാവിങ് ലോ ഓർ നിൽ സോഷ്യൽ കൺസിഡറേഷൻ ഓഫ് പബ്ലിക് പർപ്പസ്. പബ്ലിക് പർപ്പസ് അല്ലെങ്കിൽ സോഷ്യൽ പേർപ്പസിനൊന്നും യാതൊരു വിധത്തിലുള്ള കൺസിഡറേഷനും ഇല്ലാത്ത തരത്തിലുള്ള ഏതെങ്കിലും അൺവാണ്ടഡ് PSC ഉണ്ടെങ്കിൽ, അങ്ങനത്തെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രൈവറ്റൈസ് ചെയ്യാം. ഓൾസോ ദ ഏരിയാസ് വെയർ ദ പ്രൈവറ്റ് സെക്ടർ ഹാസ് ഡെവലപ്ഡ് സഫിഷ്യൻറ്റ് എക്സ്പെർട്ടൈസ് ആൻഡ് റിസോഴ്സസ്. പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും തമ്മിൽ കൺസിഡർ ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗവൺമെൻറ് കമ്പനീസിനേക്കാളും ഒത്തിരിയധികം മുന്നിൽ പ്രൈവറ്റ് സെക്ടറാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവർക്കാണ് കൂടുതൽ എക്സ്പീരിയൻസും കൂടുതൽ റിസോഴ്സസും ഒക്കെ ഉള്ളതെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനത്തെ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് കമ്പനീസിലോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെയാണ് 6 കാറ്റഗറീസ്. ദെൻ രണ്ടാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മീഷൻ formed in 1996. It was set up by the government to study the various aspects of disinvestment in the country. നമ്മുടെ രാജ്യത്ത് പ്രൈവറ്റൈസേഷൻ ഏതൊക്കെ ആസ്പെക്റ്റിൽ ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഗവൺമെൻറ് നടത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കമ്പനിയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. കമ്പനിയല്ല, ഒരു കമ്മീഷനാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മീഷൻ. ഓക്കെ, അവർ ചെയ്യുന്നത് ദേ അഡ്വൈസ് ദ ഗവൺമെൻറ് about the disinvestment of public sector units that are offered to it by the government. ഏതൊക്കെ യൂണിറ്റുകൾ നമുക്ക് ഈ പറഞ്ഞ പ്രൈവറ്റൈസേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ പബ്ലിക് സെക്ടറായിട്ട് തന്നെ നിലനിർത്തണം, ഏതൊക്കെ പ്രൈവറ്റ് സെക്ടറായിട്ട് മാറ്റാം എന്നത് ഈ കമ്മീഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, സ്പെഷ്യലി അപ്പോയിൻറ്റഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിച്ച് ആർ നോൺ ആസ് കമ്മീഷൻ,
അവർ ഇതേപ്പറ്റി പഠിക്കും. ഇതേപ്പറ്റി പഠിച്ചൊരു റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ട് പ്രകാരമായിരിക്കും ഗവൺമെൻറ് പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ. ദെൻ ദ തേർഡ് വൺ ഇസ് the commission suggested that the disinvestment strategy should have 3 long-term objectives. 3 long-term objectives ആണുള്ളത്. ഒന്നാമത്തത് strengthen PSU in order to facilitate disinvestment. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ എംപ്ലോയീസിൻ്റെ താല്പര്യങ്ങൾ പരിഗണിക്കാൻ വേണ്ടിയിട്ട് in order to protect employees' interest. ദെൻ ഇൻക്രീസ് റെസീപ്റ്റ്സ് ഫോർ ഗവൺമെൻറ് വരുമാനങ്ങൾ കൂട്ടാൻ. ഈ 3 കാരണത്തിന് വേണ്ടിയിട്ടാണ്. ഇത് 3 ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് വിച്ച് വെയർ സജസ്റ്റഡ് ബൈ ദ കമ്മീഷൻ വിച്ച് വാസ് ഫോംഡ് ഇൻ 1996. ഓക്കെ. ദെൻ PSUവിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. മെയിനായിട്ട് 3 ഗ്രൂപ്പിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റജിക് ഗ്രൂപ്പ്, കോർ ഗ്രൂപ്പ് ആൻഡ് നോൺ കോർ ഗ്രൂപ്പ്സ്. ഓക്കെ. സ്ട്രാറ്റജിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ആംസ് ആൻഡ് അമ്യൂണിഷൻ ആൻഡ് അലൈഡ് ഐറ്റംസ് ഓഫ് ഡിഫൻസ് എക്യുപ്മെൻറ്റ്, ഡിഫൻസ് എയർക്രാഫ്റ്റ് ആൻഡ് വാർഷിപ്സ്. ഡിഫൻസ് ആക്ച്വലി നമ്മൾ ഡിഫൻസ് സാധാരണ എന്താ പ്രൈവറ്റൈസേഷൻ ചെയ്യാത്തതാണ്. എന്നാൽ ഡിഫൻസുമായി ബന്ധപ്പെട്ട ഡിഫൻസ് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ്, വാർഷിപ്സ് ഇതൊക്കെയായിട്ട് റിലേറ്റ് ചെയ്ത ആംസ് അല്ലെങ്കിൽ അമ്യൂണിഷൻസ്, ഇതാണ് സ്ട്രാറ്റജിക് ഗ്രൂപ്പിൽ വരുന്ന ഒരു കാര്യം. രണ്ടാമത്തേത് atomic energy and related materials. Then third one railway transport. ഓക്കെ. ഇതൊക്കെയാണ് സ്ട്രാറ്റജിക് ഗ്രൂപ്പ്. ഇവിടുത്തെ പ്രത്യേകത ഈ സ്ട്രാറ്റജിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ വേണം. അതല്ലാതെ ഇത് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ പ്രൈവറ്റൈസേഷന് കൊടുക്കത്തില്ല. സോ യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ദ സ്ട്രാറ്റജിക് ഗ്രൂപ്പ് വിൽ ഓൾവേസ് ബി വിതിൻ ദ ഹാൻഡ്സ് ഓഫ് government or public sector. It is not allowed for disinvestment. Disinvestment strategic group കൊടുക്കുന്നില്ല. ഓക്കെ. ദെൻ രണ്ടാമത്തത് കോർ ഗ്രൂപ്പ്സ്. ഓക്കെ. കോർ ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. കോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആസ് വെൽ ആസ് ടെക്നോളജി ഇൻറ്റൻസീവ് ആയിട്ടുള്ള PSUs ആണ്. ഓക്കെ. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ വരുമാനം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ. ഫോർ എക്സാമ്പിൾ ടെലികോം സെക്ടർ, പവർ ജനറേഷൻ, പവർ ട്രാൻസ്മിഷൻ, പെട്രോളിയം എക്സ്പ്ലോറേഷൻ, റിഫൈനറീസ് ആൻഡ് ഓൾ. ഓക്കെ. ഇതൊക്കെയാണ് കോർ ഗ്രൂപ്പിൽ വരുന്നത്. ഗവൺമെൻറ് തീരുമാനിച്ചത് 50% ഹോൾഡ് ചെയ്തിട്ട് ബാക്കി 49% പ്രൈവറ്റൈസേഷന് വേണ്ടിയിട്ട് പ്രൈവറ്റ് സെക്ടേഴ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് കോർ ഗ്രൂപ്പ്. ദെൻ മൂന്നാമത്തത് നോൺ കോർ ഗ്രൂപ്പ്. നോൺ കോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് they do not have any special or unique responsibilities. ഗവൺമെൻറ് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഇല്ലാത്ത ചില സ്ഥാപനങ്ങൾ. ഓക്കെ. ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ ഓൾമോസ്റ്റ് 74% ഓർ മോർ 74% അതിൽ കൂടുതലോ നമ്മൾ പ്രൈവറ്റ് സെക്ടേഴ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കുക, 3 ഗ്രൂപ്പ്സ് ആയിട്ടാണ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. സ്ട്രാറ്റജിക് ഗ്രൂപ്പ്, കോർ ഗ്രൂപ്പ്, നോൺ കോർ ഗ്രൂപ്പ്. അതിൽ സ്ട്രാറ്റജിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർമി, ഡിഫൻസ്, റെയിൽവേ ഇതൊക്കെയായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഇതൊരു കാരണവശാലും പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കത്തില്ല. ദെൻ സെക്കൻഡ് വൺ കോർ ഗ്രൂപ്പ്. കോർ ഗ്രൂപ്പ് ആണെങ്കിൽ 51% ഗവൺമെൻറ് കയ്യിലും ബാക്കി 49% പല പ്രൈവറ്റ് സെക്ടേഴ്സിനും ട്രാൻസ്ഫർ ചെയ്യുന്നു. നോൺ കോർ ഗ്രൂപ്പ് ആണെങ്കിൽ ഓൾമോസ്റ്റ് 74% ആൻഡ് മോർ എന്ത് ചെയ്യുന്നു, പ്രൈവറ്റ് സെക്ടേഴ്സിന് കൊടുക്കുന്നു. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇസ് the procedure for disinvestment. ആക്ച്വലി അത് 4 ഫോംസിലുണ്ട് പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ്റെ പ്രൊസീജിയർ. ഒന്നാമത്തത് ഡയറക്റ്റ് സെയിൽ ഓഫ് ഷെയർസ് അറ്റ് എ ഫിക്സഡ് പ്രൈസ് ഓർ ബൈ എ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഫിക്സഡ് പ്രൈസ് വഴി ഷെയർസ് സെയിൽ ചെയ്യുന്നു. ഡയറക്റ്റായിട്ട് ഷെയർസ് സെയിൽ ചെയ്യുന്നു. ഓക്കെ. ഷെയർസ് എന്താണ്, ബുക്ക് ബിൽഡിംഗ് എന്താണ്, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി വേറെ സബ്ജക്ട്സിൽ പഠിക്കാൻ ഉള്ളതാണ്. ഓക്കെ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ദെൻ രണ്ടാമത്തെ പ്രൊസീജിയർ സ്ട്രാറ്റജിക് സെയിൽ. സ്ട്രാറ്റജിക് സെയിൽ നമ്മൾ ചെയ്യുന്നത് എ സബ്സ്റ്റാൻഷ്യൽ സ്റ്റേക്ക് ഓഫ് ദ ഗവൺമെൻറ് ദാറ്റ് ഇസ് അബൌട്ട് 26 to 51% ഇൻ എ PSC വിൽ ബി ഓഫേർഡ് ഫോർ സെയിൽ. അതായത് ഏകദേശം 26% തൊട്ട് 51% വരെയുള്ള സ്റ്റേക്ക് അല്ലെങ്കിൽ ഷെയർസ് ഗവൺമെൻറ് സെയിലിന് വേണ്ടി കൊടുക്കുന്നു. ദെൻ സെയിൽ ആഫ്റ്റർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്. കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങിന് ശേഷം വേണമെങ്കിൽ സെയിൽ ചെയ്യുന്നു. പിന്നെ ലീസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ലീസിന് കൊടുക്കുക എന്ന് പറയത്തില്ലേ. ഓക്കെ, ഈ മെത്തേഡ്സാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിന് സാധാരണ യൂസ് ചെയ്യുന്നത്. കുറച്ച് വർഷത്തേക്കായിരിക്കും ലീസിന് കൊടുക്കുന്നത്. മേ ബി 5 ഇയേഴ്സിന് ലീസിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ 10 വർഷത്തേക്ക് നമ്മൾ ലീസിന് കൊടുക്കുന്നു. എക്സാക്ട് മലയാളം വേർഡ് എനിക്ക് കിട്ടുന്നില്ല. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മെൻ ബൈ ലീസിങ്. Then last one is DOD. DOD means Department of Disinvestment. Actually, it was set up by government in order to speed up the process of disinvestment in the country. നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റൈസേഷൻ അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് DOD അഥവാ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവർ ചെയ്യുന്നത് ദേ ആക്ട് ആസ് എ നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ് ടു ആക്ടിവേറ്റ് ദ പ്രോസസ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഈ പ്രോസസ്സിൻ്റെ പ്രൈവറ്റൈസേഷൻ അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ഓക്കെ, ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് DOD ഉണ്ടാക്കിയത്? DOD മീൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ടു റിലീസ് ലാർജ് എമൗണ്ട് ഓഫ് പബ്ലിക് റിസോഴ്സസ് ലോക്ക്ഡ് അപ്പ് ഇൻ നോൺ സ്ട്രാറ്റജിക് PSCs. നോൺ സ്ട്രാറ്റജിക് PSCസിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന കൂടുതൽ പബ്ലിക് റിസോഴ്സ്, മേ ബി റിസോഴ്സ് കെട്ടിക്കൂടി കിടക്കുക, ആ റിസോഴ്സ് ഒന്നും ഉപയോഗിക്കുന്നതേ ഇല്ല. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ ആ റിസോഴ്സുകളെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ ലൈക്ക് ഹെൽത്ത്, ഫാമിലി വെൽഫെയർ, പ്രൈമറി എഡ്യൂക്കേഷൻ ഓർ എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ റെഡ്യൂസിങ് പബ്ലിക് ഡെറ്റ്, ഇങ്ങനെ പബ്ലിക് ഡെപ്റ്റ്, പബ്ലിക് കടം അങ്ങനത്തെ കാര്യങ്ങൾ, ഇതൊക്കെ കുറയ്ക്കാനോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റിസോഴ്സുകളെ അലോക്കേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നു. അതാണ് ഒരു ഒബ്ജക്റ്റീവ്. ചുരുക്കി പറഞ്ഞാൽ പബ്ലിക് സെക്ടറിൻ്റെ കയ്യിലുള്ള റിസോഴ്സുകൾ ഉപയോഗിക്കാതെ വെറുതെ കിടക്കുന്ന റിസോഴ്സുകളെ പബ്ലിക്കിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണമുള്ള രീതിയിൽ അതിനെ മാറ്റുന്നു. രണ്ടാമത്തത് പ്രിവെൻറ്റിംഗ് ഫർദർ ഔട്ട്ഫ്ലോ ഓഫ് scarce public resources for maintaining the unavailable non-strategic PSCs. സോറി, ഈ പോയിന്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, സോ ലാസ്റ്റ് അത് പറയാം. ഓക്കെ, ഹിയർ സെക്കൻഡ് വൺ, ട്രാൻസ്ഫറിങ് കൊമേഴ്ഷ്യൽ റിസ്ക്. പബ്ലിക് സെക്ടറിലുള്ള കൊമേഴ്ഷ്യൽ റിസ്ക് പ്രൈവറ്റ് സെക്ടറിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ മൂന്നാമത്തേത് PSCസിൽ ആവശ്യമില്ലാതെ ലോക്ക്ഡപ്പ് ചെയ്ത് കിടക്കുന്ന ലാർജ് മാൻ പവറിനെ നമുക്ക് ആവശ്യമുള്ള സെക്ടേഴ്സിലോട്ട് മാറ്റുന്നു. അതായത് ചിലപ്പോൾ ഗവൺമെൻറ് കമ്പനീസ് ആയിരിക്കും, ഗവൺമെൻറ് സ്ഥാപനങ്ങളായിരിക്കും, അത് വലിയ യൂസ് ഇല്ലാതെ റൺ ചെയ്യാതെ കിടക്കുവാണെങ്കിൽ ഒരു കാര്യമില്ലാതെ കുറേ എംപ്ലോയീസ് അവിടെ ഉണ്ടാവും. സോ ഈ എംപ്ലോയീസിനെ ഗുണമുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ സഹായിക്കുന്നു. ദെൻ ടു എൻഷ്യൂർ മാർക്കറ്റ് ഡിസിപ്ലിൻ എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ to facilitate wider distribution of wealth through offering of shares of privatized companies to small investors and employees. ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിന് നമ്മൾ കുറച്ച് ഷെയർസ് ഒക്കെ ഓഫർ ചെയ്ത് വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റിയിലുള്ള പ്രോഡക്ട്സും സർവീസും കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാൻ പറ്റുന്നു. കാരണം പ്രൈവറ്റ് സെക്ടേഴ്സ് വരുമ്പോൾ എപ്പോഴും കോമ്പറ്റീഷൻ കൂടുതലായിരിക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പറയില്ലേ, സാധാരണ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, TV-യിലോ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. പോപ്പി ഒരു പുതിയ ടൈപ്പ് കുട ഉണ്ടാക്കി അപ്പം തന്നെ എന്ത് ചെയ്യും, ജോൺസുകാർ അതിനെ വെല്ലുന്ന വേറൊരെണ്ണം ഉണ്ടാക്കും. അല്ലെങ്കിൽ ജോൺസുകാർ ഒരെണ്ണം കൊണ്ടുവന്ന ഉടനെ പോപ്പിക്കാർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വേറൊരു അംബ്രല്ല കൊണ്ടുവരും ഇല്ലേ. ഇതുപോലെ എല്ലാ പ്രോഡക്ട്സിലും ഈ കോമ്പറ്റീഷൻ ഉണ്ട്. അത് പ്രൈവറ്റ് സെക്ടേഴ്സിൽ മാത്രമേ ഉള്ളൂ. പബ്ലിക് സെക്ടറിൽ അങ്ങനത്തെ കോമ്പറ്റീഷനൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതേപോലെ നല്ല നല്ല പ്രോഡക്റ്റുകൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നു. പ്രൈവറ്റ് സെക്ടേഴ്സിലോട്ട് ഇത് മാറ്റാൻ നേരത്തെ പ്രോഡക്റ്റും സർവീസിൻ്റെയും ക്വാളിറ്റി കൂട്ടി ബെറ്റർ ആക്കി കിട്ടുന്നു. ആസ് വെൽ ആസ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആസ് വെൽ ആസ് ഇൻക്രീസ്ഡ് ടാക്സ് റവന്യൂസ് ഫോർ ദ ഗവൺമെൻറ് കൂടുതൽ ടാക്സ് കിട്ടുന്നു, കൂടുതൽ ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു. ദെൻ വിട്ടുപോയൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു, അതിതാണ് ലാസ്റ്റ് വൺ, preventing further outflow of scarce public resources for maintaining the unavailable non-strategic PSCs. സ്കേഴ്സ് ആയിട്ടുള്ള പബ്ലിക് റിസോഴ്സുകൾ കുറച്ചുണ്ട്. സ്കേഴ്സ് മീൻസ് നമുക്ക് അവൈലബിൾ അല്ലാത്ത, ഒട്ടും ലഭ്യമല്ലാത്ത രീതിയിലുള്ള കുറച്ച് റിസോഴ്സുകൾ, അത് ഇതിൻ്റെ ഔട്ട്ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഔട്ട്ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ സ്കേഴ്സ് ആയിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും നമ്മൾ സംരക്ഷിച്ച് സൂക്ഷിച്ച് വേണ്ടേ ചിലവാക്കാൻ, അല്ലെങ്കിൽ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. അതേസമയം ചില പബ്ലിക് കമ്പനീസ് എന്ത് ചെയ്യും, ഷോർട്ടേജ് ആണെന്നൊന്നും നോക്കത്തില്ല, തോന്നിയ പോലെ ആയിരിക്കും ആ റിസോഴ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പ്രൈവറ്റ് സെക്ടേഴ്സിലോട്ട് വരുമ്പോൾ എന്താ ചെയ്യുക, അവർ ആ സ്കേഴ്സ് ആണെന്ന് അവർക്ക് അറിയാം. സോ അതിനനുസരിച്ച് ഒട്ടും വേസ്റ്റേജ് ഇല്ലാതെ അല്ലെങ്കിൽ മിനിമം വേസ്റ്റേജിലായിരിക്കും പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്ലോബലൈസേഷൻ ആണ്. ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് പ്രൈവറ്റൈസേഷൻ അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ്. അതുപോലെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, വിച്ച് വെ ആർ റെക്കമെൻഡഡ് ബൈ DOD. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ദെൻ ആസ് യൂഷ്വൽ ഷോർട്ട് നോട്ട്സ് മതി, ഡീറ്റെയിൽ നോട്ട് വേണ്ട. ഷോർട്ട് നോട്ട്സ് എഴുതി ഈവനിങ് വാട്സപ്പ് ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.